പ്രജിത് മോഹൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, SFIക്കാർ പരസ്പരം കുത്തി, അല്ലെങ്കിൽ അവർ ഗ്രൂപ്പ് യുദ്ധം മൂലമോ മറ്റെന്തെങ്കിലും വൈരം മൂലമോ കുത്തിയത് മാത്രം പുറത്തു വന്ന ഒരു സംഗതിയാണ് PSC പരീക്ഷയിൽ നടന്ന തട്ടിപ്പ്. SI ആവാൻ കാത്തിരുന്നവരാണ് ഈ കുത്തിയവര്. ഒപ്പം നിരനിരയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു തെളിവ് സഹിതം. PSC പരീക്ഷയിൽ ഏറ്റവും ഉന്നത തസ്തികൾ, സംസ്ഥാനത്ത് ഏറ്റവും ഉന്നതം എന്ന് പറയുന്ന സർവീസാണ് KAS. അതിലടക്കം ക്രമക്കേട് നടന്നു എന്ന് പറയുന്നു. ഒരു പരീക്ഷയുടെ ഒരു ഭാഗം ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം തന്നെ ചെയ്തിട്ടില്ല എന്ന് പുറത്തു വരുന്നു. ഏറ്റവും ഉന്നതമായ തസ്തികകൾ തൊട്ടിങ്ങനെ നടക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് പല റാങ്ക് ലിസ്റ്റുകളും കാലഹരണപ്പെട്ടിട്ടും അതിനെ അവിടെ പൂഴ്ത്തി വെച്ചുകൊണ്ട് ഒന്നുകിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെയോ പിൻവാതിൽ കൂടി താൽക്കാലിക നിയമനങ്ങൾ നടത്തിയോ മുന്നോട്ട് പോകുന്നു. ഇവർ തെരുവിലൂടെ അലയുകയായിരുന്നു, ഇഴയുകയായിരുന്നു. ഒരു പ്രതികരണവും കണ്ടില്ല. ഈ പ്രതികരണത്തിനൊന്നും ഗ്ലാമർ കിട്ടില്ല, രാജ്യാന്തര അറ്റൻഷൻ കിട്ടില്ല, ദേശീയ അറ്റൻഷൻ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ, അതോ ഇവരൊക്കെ പെയ്ഡ് പോരാളികളാണ്? ഇതിന് രണ്ട് വശവുമുണ്ട്. എപ്പോഴും ഇത്തരം ചില പ്രതിഷേധങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ചില സർക്കാരുകളെയൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് അതിന് പിന്നിൽ പെയ്ഡായിട്ടുള്ള പരിപാടികൾ ഒരുപാട് നടക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതിനെ പൊതുവെ വിലയിരുത്തുന്നത് ഇവരൊക്കെ ഇവിടുത്തെ ഈ ഇടത് ജിഹാദി എക്കോസിസ്റ്റത്തിന്റെ അടിമകളാണ് എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായും സിനിമയിൽ നിലനിൽക്കുന്ന ചില നിയന്ത്രണങ്ങളുണ്ട്, ചില ആളുകളുണ്ട്. അവരോടൊക്കെ ഒരുമിച്ച് പോവുക, അവരോടൊക്കെ ചേർന്ന് നിൽക്കുക, ചില സിനിമകളിൽ അവസരം ലഭിക്കണമെങ്കിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുക എന്നതൊക്കെ കേരളത്തിൽ സർവ്വസാധാരണമാണ്. ഇനി നമ്മൾ ഈ വേട്ടയാടപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പേളിമാണി എന്ന് പറയുന്ന ഒരു പുതിയ സംഭവമായിട്ട് നമ്മൾ കാണരുത്. അനുശ്രീയെ നമുക്ക് ഓർമ്മയില്ലേ? അനുശ്രീ സ്വന്തം നാട്ടിലൊരു ഭാരതാംബയുടെ വേഷമണിഞ്ഞ് ഒരു കാവിക്കൊടി കയ്യിൽ പിടിച്ച് അവിടുത്തെ ഒരു ശോഭായാത്രയിൽ പങ്കെടുത്തതിന് ഇവിടുത്തെ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും അവരെ എത്ര വേട്ടയാടി. പക്ഷെ അവർ ധൈര്യത്തോടെ പറഞ്ഞു അതെൻ്റെ സംസ്കാരമാണ്, ഞാനത് ചെയ്യുമെന്നുള്ളത്. അതിനൊപ്പം ഉണ്ണിമുകുന്ദനെ പറ്റി നമുക്കറിയില്ലേ? ഉണ്ണിമുകുന്ദൻ അയ്യപ്പനായി ഒന്ന് വേഷമിട്ട് പോയതിന് എന്തെല്ലാം കോലാഹലങ്ങൾ അയാൾക്കെതിരെ ഉണ്ടായി. അയാളുടെ സിനിമകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നില്ലേ? സ്വാഭാവികമായും ആ വേട്ടയാടലുകളും നമുക്ക് മറന്നു പോകാൻ കഴിയും. അങ്ങനെ എത്രയോ പേർ. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് അൻസുബയും ലക്ഷ്മിപ്രിയയും തമ്മിലുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട് അൻസുബയ്ക്ക് ലഭിച്ച പിന്തുണ എത്രത്തോളമാണ്, എന്നാൽ ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു പിന്തുണയും ലഭിക്കാതെ പോയതിനെ പറ്റി നമ്മൾ കണ്ടില്ല. അപ്പോൾ ഈ കേരളം എന്ന് പറയുന്നത് എല്ലാവരും എപ്പോഴും പറഞ്ഞു പരത്താറുള്ളത് പോലെ മതേതരമായ മധുരമനോജ്ഞമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരു ഉട്ടോപ്പിയൊന്നുമല്ല. കേരളം എന്ന് പറയുന്നത് ഏറ്റവും അധികം മതപരമായ അടിച്ചേൽപ്പിക്കലുകളും മതപരമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിനപ്പുറം ഈ പറയുന്ന രാഷ്ട്രീയ വ്യത്യാസങ്ങൾ, കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും പോലും രാഷ്ട്രീയ വൈര്യവും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന നാടുമാണ്. അപ്പോൾ സ്വാഭാവികമായും തങ്ങൾക്കിഷ്ടമല്ലാത്ത നിലപാടുകളിൽ, അത് ഇപ്പോൾ ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾക്കുണ്ടല്ലോ, ഇവർക്ക് ഈ പൊതുജനാഭിപ്രായം വലിയ ആവശ്യമാണ്. കാരണം അവർ ആ ഒരു പൊസിഷനിൽ നിന്ന് പോകണമെങ്കിൽ അവർക്ക് എപ്പോഴും വലിയൊരു ഫോളോവിംഗ് ഉണ്ടാവണം. ആ ഫോളോവിങ്ങിൽ ഇടിവുണ്ടാകുന്ന സമയത്ത് അവർക്കത് വലിയ നഷ്ടമുണ്ടാകും. പ്രത്യേകിച്ച് നാളെ ഒരു ഇവൻറ്റിന് പോകുന്ന സമയത്ത് വാങ്ങിക്കുന്ന പണത്തിനും അല്ലെങ്കിൽ ഒരു സിനിമയിൽ കിട്ടേണ്ട വരുമാനത്തിനുമെല്ലാം ആ പറയുന്ന പൊതുജനാഭിപ്രായം വലിയ ഘടകമാണ്. അപ്പോൾ കേരളത്തിലെ പൊതുജനാഭിപ്രായത്തെ സ്വരൂപിക്കുന്നത് ആരാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെയുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അല്ലെങ്കിൽ ഉത്തരമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഈ ഇടത് ജിഹാദി എക്കോസിസ്റ്റമാണ്. അവരാണ് പലപ്പോഴും കേരളത്തിലെ ആളുകൾ എങ്ങനെ സംസാരിക്കണം, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളൊക്കെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നിലപാടെടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇവർ കൂട്ടമായി വെട്ടിക്കളി കൂട്ടം പോലെ ഇവരെ ആക്രമിക്കും, ഇവരുടെ സൈബർ ഇടങ്ങളിൽ പോയി ഇവരെ അധിക്ഷേപിക്കും, ഇവർക്കെതിരെ എല്ലാ കഥകളും വരും. അങ്ങനെ തങ്ങളുടെ ഭാവിയെ പേടിച്ച് മിണ്ടാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ പേളിമാണിയെ പോലെയുള്ളവർ അബദ്ധം പറ്റി മനസ്സിൽ തോന്നിയത് പറഞ്ഞുപോയി. ഒരു വട്ടം പറഞ്ഞു പോയി, അവരെ അതുകൂടെ വേട്ടയാടി. ഒറ്റയടിക്ക് ഗൗതം പറഞ്ഞതുപോലെ 2 ലക്ഷം ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഒറ്റയടിക്ക് കുറയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് സ്വാധീനം, ഒരു സ്വാധീനം. ഇതൊരു ഓർഗനൈസ്ഡ് സംവിധാനമാണ് എന്നുള്ള കാര്യത്തിൽ ഇതിലും വലിയ തെളിവുകൾ വേണം. നേരത്തെ നമ്മൾ ജിഹാദികളെ പറ്റി പറഞ്ഞു. ജിഹാദികളുടെ സ്ട്രെങ്തിനെ പറ്റി നമ്മൾ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വാട്സാപ്പ് മെസ്സേജിൽ ഹർത്താൽ നടത്താൻ കഴിഞ്ഞ ആൾക്കാരാണ് അവർ. അവിടെ പഴയ ബേക്കറി കലാപൊക്കെ ഓർമ്മയില്ലേ? മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനം ഈ നാട്ടിലുണ്ട്. ആ സംവിധാനം വീണ്ടും ഇത്തരം സംഭവങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഐസൻ ജോസിലേക്ക് വരാം. ഈ പുതിയ ഇക്കോസിസ്റ്റത്തെക്കുറിച്ചും ഈ സെലക്റ്റീവ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സെലക്റ്റീവ് സാംസ്കാരിക പ്രവർത്തനത്തെക്കുറിച്ചും കൂടി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്.